യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പഠിക്കുന്ന നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വീസ റദ്ദാക്കിയ അമേരിക്ക. പലരുടെയും വീസ സ്റ്റാറ്റസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് തത്സമയം. മധു, ഗുഡ് മോർണിംഗ്. എന്താണ് പുതിയ നടപടികൾ ട്രംപിന്റെ? മധു, ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇത് നമുക്ക് പുതിയ നടപടി എന്ന് പറയാൻ സാധിക്കത്തില്ല. ഈ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയിൽ വിദ്യാഭ്യാസത്തിനായി എത്തിയ വിദ്യാർത്ഥികളുടെ വിസ വലിയ തോതിൽ US ഗവൺമെന്റ് റദ്ദാക്കി തുടങ്ങി എന്നുള്ള വാർത്തകളാണ് നമ്മെ തേടിയെത്തുന്നത്. പലരുടെയും നിലവിലെ വിസ സ്റ്റാറ്റസിന്റെ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം 600-ലധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസിനാണ് വിസ നഷ്ടമായിരിക്കുന്നത്. ഇതിൽ അടുത്ത കാലത്ത് പഠനം പൂർത്തിയാക്കിയവരും ഉണ്ട്. ഏതാണ്ട് 210-ലധികം കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നിലവിലെ വിസയിൽ ഇതിനോടകം മാറ്റവും വരുത്തിയിട്ടുണ്ട്. ഈ F1 അല്ലെങ്കിൽ J1 വിസകളിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നതെന്നാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ പറയുന്നത്. പലർക്കും ഈ വിസ നഷ്ടമായത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്തതിന്റെ പേരിലാണ്. ന്യൂയോർക്കിലൊക്കെ നമുക്കറിയാം കഴിഞ്ഞ വർഷം വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതുപോലെ ചെറിയ ക്രിമിനൽ കുറ്റങ്ങളിൽ പെട്ടവർക്കും വിസ നഷ്ടമായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ വിസ വിദ്യാർത്ഥികൾക്ക് എന്തിന്റെ പേരിലാണ് നഷ്ടപ്പെട്ടത് എന്ന് അവർക്ക് ഇപ്പോഴും അറിയത്തില്ല. ഉടൻ തന്നെ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ സ്ഥാപന മേധാവികൾ. ഈ കഴിഞ്ഞ മാസം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ക്യാച്ച് ആൻഡ് റിവോക്ക് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിന്റെ പേരിൽ തന്നെ 300ഓളം വിദ്യാർത്ഥികൾക്ക് വിസ നഷ്ടപ്പെട്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുതുതായി ആരംഭിച്ച ഈ പ്രോഗ്രാം ഈ ഭാഗികമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. ഈ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഹമാസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകര ഗ്രൂപ്പുകളെയൊക്കെ പിന്തുണയ്ക്കുന്നതായി തോന്നുകയാണെങ്കിൽ ആ വിദേശ പൗരന്മാരെ അല്ലെ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവരുടെ വിസ റദ്ദാക്കുന്നതിനായി സോഷ്യൽ മീഡിയയിലൊക്കെ അന്വേഷണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉന്മേഷ്, ശരി. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.